നിങ്ങൾ ഹിന്ദുക്കളാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ്, ആ ഉത്തരം ഹിന്ദുവാണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ വേനൽക്കാലത്ത് കുടുംബങ്ങളനുസരിച്ച് കുറച്ച് ഉല്ലസിക്കാനും വിനോദസഞ്ചാരത്തിനും വേണ്ടി പോയ ഭാരതത്തിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നു ഏതാണ്ട് 20 കോടി ജനങ്ങൾ, നിസ്സാരമല്ല, എത്രയോ വർഷങ്ങളായിട്ട് കടന്നു ചെല്ലാൻ പറ്റാതിരുന്ന കശ്യപ മഹർഷിയാൽ ഉണ്ടാക്കപ്പെട്ട രാജതരംഗിണി എന്ന് പറഞ്ഞൊരു പുരാതന ഗ്രന്ഥത്തിൽ കലഹണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്താൽ രചിക്കപ്പെട്ട ഒരു പുസ്തകത്തിൽ ഈ പ്രകൃതിയിലെ ഏറ്റവും സുന്ദരമായ സ്ഥലത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന സ്ഥലമാണ് കശ്യപ മഹർഷിയാൽ സ്ഥാപിക്കപ്പെട്ട കാശ്മീർ. പക്ഷേ ദൗർഭാഗ്യവശാൽ വർഷങ്ങളായിട്ട് അവിടേക്ക് ആർക്കും പ്രവേശിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള അവസ്ഥയാണ്. ധാർമ്മികമായി അവിടെ ഒന്നും അവശേഷിപ്പിക്കരുതെന്ന് കണക്കാക്കുന്ന അസുരശക്തികൾ നമുക്കിപ്പോഴും അവിടെ അവതരിച്ചതായിട്ട് കാണാം. ദശാവതാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 10 അവതാരങ്ങൾ, ഉപ അവതാരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ പുരാണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. 18 മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ചില കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഈ നാട്ടിൽ എന്ന്, രാജാക്കന്മാർ ആ കാലത്ത് എന്ത് ചെയ്തു, എന്തൊക്കെയാണ് അവിടെ നടന്നത്, അതിൻ്റെ പരിഹാരം എന്തായിരുന്നു, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ വിവരിച്ചു തരുന്ന 2 ഇതിഹാസങ്ങൾ നമുക്കുണ്ട്. ആ ഇതിഹാസങ്ങൾക്ക് അപ്പുറത്തേക്ക് പെട്ടെന്നൊരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം ഉപനിഷത്തുക്കളും അതുപോലെ വേദങ്ങളുടെ അന്തിമ ഭാഗത്തായതുകൊണ്ട് തന്നെ വേദാന്തം എന്നതിൽ പറയും. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന മഹത്തായ ധർമ്മ വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയുടെ പേരാണ് സനാതന ധർമ്മം. സനാതനാൽ ഉണ്ടാക്കപ്പെട്ടത് എന്നൊരു വ്യാഖ്യാനം അതിനുണ്ട്. നിത്യ നൂതനമായിട്ടുള്ളതാണ്. സനാതനായിട്ടുള്ളത് ആരാണ്? നമ്മുടെ അറിവനുസരിച്ച് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ അത് സാക്ഷാൽ പരമേശ്വരനിലൂടെ, ആദിയോഗിയിലൂടെ, ആദിഗുരുവിലൂടെ അത് ആരംഭിച്ചു. പക്ഷെ അത് എന്ന് ആരംഭിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം പരമേശ്വരൻ എന്നുണ്ടായി എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പരമേശ്വരനാൽ ഉണ്ടാക്കപ്പെട്ട സനാതന ധർമ്മവും എന്നുണ്ടായി എന്ന് നമുക്കാർക്കും പറയാൻ സാധിക്കില്ല. മറ്റെല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായ ഗ്രന്ഥം, അവരുടേതായ പ്രവാചകൻ, അവരുടേതായ ഗുരു ഒക്കെ ഉണ്ട്. അതൊക്കെ ഏകദേശ കാലഘട്ടങ്ങളിൽ എന്നൊക്കെ ഉണ്ടായെന്ന് അവർ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. പക്ഷേ നമ്മുടെ ധർമ്മത്തിന് അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് അതിപുരാതനമാണ്. അതിപുരാതനം പോലെ തന്നെ അത് നിത്യനൂതനവുമാണ്. ഒരു 10,000-15,000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള വേദമന്ത്രങ്ങളെ ഇന്നത്തെ ഒരു സംവിധാനങ്ങളും ഇല്ലാതിരുന്നിട്ട് പോലും കാതിൽ കൊണ്ട് കേട്ട് ഗുരുവിൽ നിന്ന് അത് പഠിച്ച് 10,000 ശ്ലോകങ്ങൾ തെറ്റുകൂടാതെ മാത്ര വ്യത്യാസമില്ലാതെ ചൊല്ലാനും അതിൻ്റെ ഇടയിൽ നിന്ന് ഓരോന്നെടുത്ത് അതിനനുസരിച്ച് ഇടവിന്യാസം നടത്താനും വ്യാകരണ നിബദ്ധമായി അതിന് സംഗീതത്തിൻ്റെ ആ മാത്രകൾ കൊടുത്തുകൊണ്ട് സ്വരങ്ങളും വ്യഞ്ജനങ്ങളും പ്രത്യേകമായ ഊന്നൽ നൽകിക്കൊണ്ട് അത് ഉച്ചരിക്കാനും സാധിച്ചത്, പഠിച്ചത് ഇന്ന് കാണുന്ന ഒരു അച്ചടി മാധ്യമങ്ങൾ ഉണ്ടായിട്ടല്ല. അപ്പോൾ 15,000 അല്ലെങ്കിൽ 20,000 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിരിക്കുന്നു. അതും എന്നൊരു പ്രത്യേക ദിനം അതിൽ പറഞ്ഞില്ല. ഇപ്പോഴും നമ്മൾ ദശാവതാരത്തിൻ്റെ ചാർത്തിൻ്റെ ഈ വൃത്തത്തിൽ നമ്മളെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കുടുംബം, കുട്ടികളൊക്കെ ആയിട്ട് ഇന്നിവിടെ സന്നിഹിതരായിരിക്കും. അപ്പം അന്ന് ആരംഭിച്ച് ഇന്ന് വരെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും നമ്മളൊക്കെ ഈ ലോകത്ത് ഇല്ലാതായി തീർന്നാൽ പോലും ഇനിയും ഇത് അനുസ്യൂതം തുടരുമെന്ന ഉറപ്പാണ് സനാതന ധർമ്മത്തിൻ്റെ ഉറപ്പ്. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുള്ള ആ ഒരു യുക്തി അനുസരിച്ച്
എന്നെന്നും നിലനിൽക്കുന്നതായിട്ട് ഈ സനാതനധർമ്മം ഒരിക്കലും നശിക്കില്ല എന്നൊരു ധാരണ എങ്ങനെയോ നമ്മുടെ ഇടയിൽ വന്നു കൂടിയിട്ടുണ്ട്. ഞാനായിട്ട് ഇതൊന്നും ചെയ്യേണ്ടതില്ല, കാരണം അത് ഋഷീശ്വരന്മാരാൽ ഉണ്ടാക്കപ്പെട്ടതായതുകൊണ്ട് ഇതിന് നാശമില്ല എന്നൊരു ധാരണ നമ്മുടെ ഇടയിലുണ്ട്. അതൊന്നും മാറേണ്ടി വരും. അപ്പം ഈ കുറച്ച് സമയത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ്, സനാതനാൽ ഉണ്ടാക്കപ്പെട്ട ധർമ്മം സനാതനം, നിത്യനൂതനവും അതിപുരാതനവും അതിവിശിഷ്ടമായിട്ടുള്ളതുകൊണ്ട് സനാതനം, ഒരിക്കലും നശിക്കാത്തതായതുകൊണ്ട് സനാതനം. ഇതൊക്കെ അതിൻ്റെ അർത്ഥവ്യാപ്തിയിലുള്ളതാണെങ്കിലും ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഒരൊറ്റ യുക്തിപരമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ. ഇത് നമ്മളാരും പറഞ്ഞതല്ലോ, ഭഗവാൻ കൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു ഉപദേശ ഭാഗമാണ്. അതിൽ ഭഗവാൻ സമ്മതിച്ചിരിക്കുന്ന ഒരു കാര്യമില്ല, സനാതനധർമ്മം നശിക്കില്ല, ക്ഷയിക്കില്ല എന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നതെങ്കിൽ ഭഗവാൻ തന്നെ എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നു, യഥാ യഥാ ഹി ധർമ്മസ്യ, ധർമ്മത്തിന് ഗ്ലാനിർഭവത, അല്ലയോ അർജുന, ധർമ്മത്തിന് കാലാന്തരത്തിൽ നാശം ഉണ്ടാകും, ക്ഷയം ഉണ്ടാകും, ഗ്ലാനി സംഭവിക്കും. ഭഗവാൻ നമ്മളായിട്ട് വിചാരിക്കാൻ പറ്റും, ഭഗവത് വാണികൾ അസത്യമായിരിക്കും. അപ്പോൾ ധർമ്മത്തിന് നാശമുണ്ട്. അപ്പോൾ എങ്ങനെ സനാതന ധർമ്മം നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയാം. അതിനർത്ഥം ധർമ്മത്തിൻ്റെ തത്വം, ഇപ്പോൾ ആർഷവിദ്യ സമാജത്തിലെ മനോജിയൊക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ സനാതന ധർമ്മ തത്വത്തിന് നാശമുണ്ടാവില്ല. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഒരു കുറച്ച് ഇപ്പോൾ നമ്മളുടെ അറ്റ് പ്രസന്റ് ഈ സ്റ്റേജിലുള്ള ഈ കാണുന്ന പ്രകാശം, അത് ഇലക്ട്രിസിറ്റി എന്ന ഒരു ഊർജത്തിൽ നിന്നാണ്. അതാണ് അതിൻ്റെ തത്വം. അത് നമുക്ക് വെളിച്ചമായിട്ട് വരുന്നത് കൊണ്ട് ആ വെളിച്ചത്തിൻ്റെ സ്വിച്ച് ഇട്ടാൽ അതിൻ്റെ ഓപ്പറേറ്റർ ആ വെളിച്ചം നമുക്ക് തരുന്ന സംവിധാനങ്ങളുണ്ട്. അതൊരു ധർമ്മമാണ്. അപ്പോൾ ആ ബൾബിൻ്റെ ധർമ്മമുള്ള വെളിച്ചം തരിക എന്നുള്ളതാണ്. പക്ഷെ ആ സ്വിച്ചിൽ എവിടെയെങ്കിലും ലൂസ് കോണ്ടാക്ട് വരികയോ അത് തെറ്റായിട്ടാണ് അത് ആ ഓപ്പറേറ്റർ ചലിപ്പിച്ചതെന്നുണ്ടെങ്കിൽ എല്ലാ ലൈറ്റും കെട്ടുപോകും. അപ്പോഴും ഇലക്ട്രിസിറ്റി ഉണ്ട് അല്ലേ, വൈദ്യുത ശക്തി ഉണ്ട്. അതിന് നാശമുണ്ടായോ? ഇല്ല. ഇനി ഫാൻ, പങ്കകൾ തിരിയും. ഫാൻ തിരിയാനായിട്ടുള്ള സംവിധാനത്തിലൂടെ ആ പർട്ടിക്കുലർ സ്വിച്ച്, ആ പ്രത്യേകമായ സ്വിച്ച് അമർത്തുമ്പോൾ അതിൻ്റെ ഓപ്പറേറ്റർ വിചാരിച്ചാൽ ഇതിൽ ഏത് ഫാൻ കറങ്ങണമെന്ന് നിശ്ചയിക്കാനും ആ കറണ്ട് അത് പാസ് ചെയ്യുന്നതുകൊണ്ട് ആ ധർമ്മം, പങ്കയുടെ ധർമ്മം എന്താ, തിരിയുന്ന സമയത്ത് കാറ്റ് കിട്ടുക, ഇളം തെന്നൽ പോലെയുള്ള ഒരു കാറ്റ് നമുക്ക് ലഭിക്കും. അപ്പം അതിൻ്റെ ധർമ്മം കാറ്റുണ്ടാക്കാറുണ്ട്. അതിലെവിടെയെങ്കിലും കേടുവന്നാൽ, ആ ഫാൻ കേടുവന്നാൽ കറണ്ട് ഉണ്ടായാലും ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അതുപോലെയാണ് എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു സഹോദരൻ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് ആംപ്ലിഫയർ സിസ്റ്റം ഒക്കെ ഉണ്ട്. ആ ആംപ്ലിഫയർ സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം, ആ ഊർജ്ജം വേണം. അപ്പോൾ ഊർജ്ജത്തെ നമുക്ക് തത്വമായിട്ട് എടുത്താൽ തത്വത്തിന് നാശം വരുന്നില്ല. പ്രയോഗിക്കപ്പെടുന്ന ഉപകരണങ്ങളാകുന്ന അതിൻ്റെ ധർമ്മത്തിന് ചിലപ്പോൾ അതിൻ്റെ പ്രയോഗക്ഷമത നഷ്ടപ്പെട്ടാൽ ഒക്കെ അവതാളത്തിലായി തീരുകയും ചെയ്യും. അപ്പോൾ സനാതന ധർമ്മത്തിന് ഗ്ലാനി പലപ്പോഴായിട്ട് ഉണ്ടാകുമെന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? തത്വത്തിന് പ്രശ്നമില്ല, ധർമ്മത്തിന് ക്ഷയമുണ്ടാകും. എങ്ങനെയൊക്കെയാണ് ധർമ്മത്തിന് ക്ഷയമുണ്ടാകുക എന്ന് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞാലുള്ള കാര്യമുണ്ടോ? ത്രേതായുഗവും ദ്വാപരവും കലിയുഗവും കഴിഞ്ഞ് ഇനി നമുക്കൊരു സത്യയുഗം ഉണ്ടാവും. കൃതയുഗം എന്നാണ് പറയുന്നത്. 4 യുഗങ്ങളാണ് നമ്മുടെ ധർമ്മസങ്കല്പ പ്രകാരമുള്ളത്. അതിൽ കൃതയുഗം, ഉണ്ടാക്കപ്പെട്ടത്, കൃതം കർമ്മമാണ്, ഒരാൾ ഉണ്ടാക്കണം, അത് കൾച്ചർ ചെയ്ത് ഉണ്ടാക്കണം, നിർമ്മിക്കണം. അങ്ങനെ നിർമ്മിക്കപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ യുഗത്തിൻ്റെ പേര് കൃതയുഗം എന്ന് പേര് പറഞ്ഞത്. അത് ഉണ്ടാക്കും. ആ യുഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 100% ധർമ്മവും സത്യവും നീതിയും ദയയും കരുണയും ശാന്തിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് ആ
ആ യുഗത്തിൻ്റെ പ്രത്യേകത. പക്ഷേ അങ്ങനെ ഒരു സത്യയുഗം കുറേ കഴിയുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഗ്ലാനി സംഭവിച്ചു. അപ്പോൾ ആ യുഗത്തിന് എന്ത് ചെയ്തു? യുഗധർമ്മം നല്ലതാണ്, സത്യയുഗം. പക്ഷേ ക്രമേണ അവസാനമാകുമ്പോഴേക്കും അവിടെ എന്ത് സംഭവിച്ചു? ഗ്ലാനി. പിന്നെ ഉണ്ടായ യുഗം ഏതാണ്? ത്രേതായുഗം. അവിടെ എന്താ സംഭവിച്ചത്? യജ്ഞങ്ങളുണ്ട്, യാഗങ്ങളുണ്ട്, പുത്രിയൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ഇഷ്ടികൾ യജ്ഞങ്ങൾ നടക്കും. അതാണ് പുത്രകാമേഷി. പുത്രനെ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പുത്രനെ ലഭിക്കാൻ വേണ്ടി ദശരഥ മഹാരാജാവ് വസിഷ്ഠനെ കൊണ്ട് ഉപദേശത്തോടു കൂടി ഉണ്ടാക്കപ്പെട്ട ഒരു കാര്യമാണ് പുത്രകാമേഷി യജ്ഞം. പുത്രിയെ ആഗ്രഹിച്ചില്ല. എന്താ കാരണം? ഇക്ഷാകു വംശത്തിൻ്റെ അല്ലെങ്കിൽ രഘു വംശത്തിൻ്റെ പ്രത്യേക അനുസരിച്ച് സൂര്യവംശ രാജാക്കന്മാരുടെ രാജനീതി അനുസരിച്ച് ജനിക്കുന്ന മൂത്ത പുത്രനാണ് രാജാധികാരം. കാരണം നിമി അല്ലെങ്കിൽ നേമി എന്നറിയപ്പെടുന്ന ദശരഥന്റെ പേരതാണ്. ആ നേമി എന്ന രാജാവിന് ശാന്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മകൾ ഉണ്ടായിരുന്നു. ആ ശാന്തയെ വിവാഹം ചെയ്ത് കൊടുത്തത് നമുക്ക് സ്വാഭാവിക വൈശാലി സിനിമയൊക്കെ കണ്ടിട്ടുള്ളത് നമുക്ക് പലർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല, അത് സമയമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇനി ബാക്കി വരുന്ന പുരാണ പാരായണത്തിൽ അല്ലെങ്കിൽ പ്രഭാഷണത്തിൻ്റെ പണ്ഡിതന്മാർ പറയും. അപ്പോൾ പുത്രനെ ആഗ്രഹിച്ച് യജ്ഞം ചെയ്യുന്ന ഒരു സംസ്കാരം ഉണ്ടാവുക. യജ്ഞ സംസ്കാരം ത്രേതായുഗത്തിൻ്റെ ഭാഗമായിരുന്നു. ആ യജ്ഞങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിലേക്കുള്ള രാക്ഷസീയ ശക്തികളും കൂടി വളർന്നു വരിക. അങ്ങനെയാണ് താടകയെ പോലുള്ളവർ, മറ്റു തരത്തിൽ ദ്രോഹം ചെയ്തിട്ടുള്ള വിരാതനെ പോലുള്ളവർ, രാക്ഷസന്മാരായിട്ടുള്ള രാവണന്റെ ആ കുടുംബത്തിലെ വ്യക്തികൾ നിരീക്ഷണം വിളിച്ച്. ഇതിന് നമ്മളെന്താ മനസ്സിലാക്കുക? രാക്ഷസീയമായ രീതിയിൽ യജ്ഞസംസ്കാരത്തെ സത്യവും നീതിയും ഒക്കെ എല്ലാ ധാർമ്മികമായിട്ടുള്ള വ്യവസ്ഥയനുസരിച്ച് പോകണമെന്ന് വിശ്വസിക്കുന്ന രാജാക്കന്മാർ ഭരിച്ചിരുന്ന ആ ഒരു കാലത്ത് പോലും ഇതെല്ലാം നിഷ്ഠൂരമായി ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയും അവിടെ വളർന്നു വന്നിരുന്നു. അങ്ങനെയുള്ള ശക്തിയുടെ ഒരു പ്രതീകമായിരുന്നു രാവണൻ. ആ രാവണൻ വരം നേടിയത് തന്നെ നമുക്കറിയാം. ത്രേതായുഗത്തിലെ രാവണന്റെ വരം എന്തായിരുന്നു? മനുഷ്യനല്ലാതെ ഒരാൾക്കും എന്നെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ മനുഷ്യനെന്ന് പറയാനുള്ള കാരണം മരണമില്ലാതിരിക്കാനുള്ള വരമാണ് ചെയ്യുന്നത്. നമ്മുടെ ദശാവതാരങ്ങളിലെ ഓരോ അവതാരം നമ്മളെടുത്ത് നോക്കിയറിയാം. ഇവരെല്ലാവരും ബ്രഹ്മാവിനെയൊക്കെ തപസ് ചെയ്ത് തപസ്സിദ്ധി കൊണ്ട് അവർക്ക് ലഭിച്ച വരങ്ങൾ, ആ വരസിദ്ധി മരിക്കാതിരിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിരുന്നു. പക്ഷെ ബ്രഹ്മാവ് പറയുന്നുണ്ട്, വരം ഞാൻ നൽകാം, നിങ്ങൾ അത്രയും കഠിനമായിട്ട് തപസ്സനുഷ്ഠിച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ വരസിദ്ധിയായിട്ട് നീ ചോദിക്കുന്ന മരണമില്ലാത്ത അവസ്ഥ പറ്റില്ല. ഉണ്ടായതിനെല്ലാം നാശമുണ്ട്, ഉണ്ടായതൊക്കെ തിരിച്ചു പോയേ പറ്റും. അത് കാലത്തിൻ്റെ നീതിയാണ്. അതുകൊണ്ട് അത് തരാൻ പറ്റില്ല. പക്ഷേ മരിക്കാതിരിക്കാനുള്ള കണ്ടീഷൻസ് അതിൽ വെച്ചു. മനുഷ്യൻ മാത്രം എന്നെ തോൽപ്പിക്കാൻ പാടുള്ളൂ. എങ്ങനെ? കൈലാസം എടുത്ത് അമ്മാനമാടുന്ന അത്രയും ശക്തനായിട്ടുള്ള 3 ലോകങ്ങളിൽ ഒരാൾക്ക് പോലും തോൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള രാവണനെ, അതും കൃത്യമായി ശിവനിൽ നിന്ന് വലിയ രീതിയിലുള്ള ശരങ്ങളും വാളടക്കം, ചന്ദ്രഹാസ വാളൊക്കെ, ആ വാളുകൊണ്ട് വെട്ടിയാൽ ലോകത്ത് ഒരു ശക്തിക്ക് പിന്നെ അതിനെ എതിരിട്ട് നിൽക്കാൻ സാധിക്കാത്ത അത്രയും ആയുധങ്ങൾ, കരബലം, കഴിവ് ഒക്കെ. മാത്രമല്ല നമ്മൾ സാധാരണ സംസാരിക്കുമ്പോഴൊക്കെ തമാശ രൂപത്തിൽ പറയുന്നത് അവനൊരു രാവണനാണ് തോന്നുന്നു. ഏതൊരു സിനിമയിൽ മണിച്ചിത്രത്താഴാണെന്ന് തോന്നുന്നു. നമ്മുടെ തിലകൻ എന്നൊരു കഥാപാത്രം മോഹൻലാലിനെ ചൂണ്ടിക്കാണിച്ചവരുണ്ട്. ഇവനൊരു രാവണനാണെന്ന് പറയും. എന്താ ഈ രാവണൻ അർത്ഥം? അതിബുദ്ധിമാനെന്നാണ് അർത്ഥം. മനസ്സിലാവുന്നത്. അല്ലാതെ രാക്ഷസ രാജാവ് എന്ന അർത്ഥത്തിലല്ല. രാവണന്റെ പോസിറ്റീവ് വശങ്ങളിൽ ഒന്ന്, ഏറ്റവും നല്ല അറിവുള്ളവരാണ്, സാമവേദത്തിന് സംഗീതം നൽകിയിട്ടുള്ളവരാണ്, ശിവനെ ഭജിച്ച് അർപ്പിക്കാൻ കഴിവുള്ളവരാണ്, മാത്രമല്ല ബുദ്ധിമാനാണ്. 10 തലയുടെ ബുദ്ധി ഒരുമിച്ച് ചേർന്നാൽ എന്താണോ അത്രയും ബുദ്ധിമാനായതുകൊണ്ടാണ് സത്യത്തിൽ രാവണന്
10 തല എന്ന് നമ്മൾ പറയാനായിട്ട് സാധിക്കും. അല്ലാണ്ട് ഏതെങ്കിലും ഫിക്സ്, ഈ ക്വിക്ക് ഫിക്സ് കൊണ്ട് അങ്ങനെ ചറപറപ്രാന്തനെ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഒരു സംവിധാനമായിട്ട് കൊച്ചുകുട്ടികളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പൈക്കോലോ അമ്മടി അമ്മാവനിലോ അമർച്ചിത്രകലയിലൊക്കെ വരച്ച് പിള്ളേരെ പെട്ടെന്ന് മനസ്സിലാക്കിക്കാൻ ഈ ഒരു രൂപത്തേക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുമെങ്കിലും യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ 10 തലകൾക്ക് തുല്യമായ ബുദ്ധിശക്തിയുടെ ആ ഒരു ഭാഗമായിരുന്നു അദ്ദേഹം. കഴിവുകളും സാക്ഷരനുമായിരുന്നു. പക്ഷെ പ്രവൃത്തി അധർമ്മികമായിട്ടുള്ളതായതുകൊണ്ട്, അമിതമായ കാമലോലുപത്വമുള്ളതുണ്ടായിരുന്നതുകൊണ്ട്, ആവശ്യത്തിൽ കൂടുതൽ പുരാണങ്ങളും ഉത്തരരാമായണങ്ങളൊക്കെ പറയാനനുസരിച്ചാണെങ്കിൽ ഒരു 10-20 ശാപം അദ്ദേഹത്തിന് വാങ്ങിക്കൂട്ടേണ്ടി വന്നിട്ടുണ്ട്. യാതൊരു കാരണം വീണ്ടും വിചാരമില്ലാത്ത പെരുമാറുകൾ. അതുകൊണ്ട് സാക്ഷരനായിട്ടുള്ള രാവണൻ പെരുമാറ്റം കൊണ്ട് അത് തിരിച്ചിട്ടാൽ ഒരു അക്ഷരജ്ഞാനമുള്ളവർ ചെയ്യേണ്ട ഒരു ധാർമ്മിക പ്രവർത്തനമുണ്ട്. അതുകൊണ്ടാണ് അക്ഷരം പഠിപ്പിക്കുന്നത്. ക്ഷരമുള്ള അക്ഷരം ഒരിക്കലും അത് നശിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നശിക്കാത്തതാണ് ധർമ്മം. ധാര്യതേ ഇതി ധർമ്മ. എന്താണോ നിലനിർത്തുന്നത് അതാണ് ധർമ്മം. പക്ഷെ ഇയാൾ എന്ത് ചെയ്തു? എല്ലാം ഇയാൾക്ക് അറിയാം, പക്ഷെ ഇയാൾ ചെയ്യില്ല. അതുകൊണ്ട് എന്ത് പറ്റി? സാക്ഷരൻ തിരിച്ചിട്ട് കഴിഞ്ഞാൽ രാക്ഷസ. സാക്ഷര എന്ന പദത്തെ നമ്മളൊന്ന് തിരിച്ചിട്ട് നോക്കൂ, രാക്ഷസ. അങ്ങനെയാണ് രാവണൻ കപ്പടാമീശയൊക്കെയുള്ള രാക്ഷസ സ്വരൂപനായിട്ട് തീർന്നത്. അപ്പോൾ നമ്മൾ ഈ ആധുനിക കാലത്ത് ഒരു കൊച്ചുകുട്ടിയല്ല, ഒരു കോളേജിൽ പഠിക്കുന്നവൻ, അവൻ്റെ ഹോസ്റ്റലിൽ അവൻ അറിയാത്ത രീതിയിലുള്ള ധാരാളം കളിയാക്കലുകൾ ഒരു ഹിന്ദു കുട്ടി, ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ഒക്കെ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ തന്നെ ഒരു കൊച്ചുകുട്ടി ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടാതെ നമ്മളൊക്കെ ലജ്ജിതരായിത്തീരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഈ ധർമ്മത്തെ, ഇതിൻ്റെ മേന്മയെ ഒരു കാരണവശാലും അടുത്ത തലമുറ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാമൂഹികവും രാഷ്ട്രീയവും മതപരവും ജാതിപരവും മറ്റെല്ലാ സംവിധാനങ്ങളും, അതുപോലെ തന്നെ അർബൻ നക്സൽസ് അടക്കമുള്ള ക്രിപ്റ്റോ കറൻസിയുടെ ആൾക്കാരടക്കമുള്ള സോറോസിൻ്റെ പണം വാങ്ങിക്കൊണ്ടുള്ള പത്രപ്രവർത്തകരടക്കം വരുന്ന അനവധി ശത്രുക്കൾ നമ്മളൊക്കെ ഭാഗവതത്തിലൊക്കെ വായിക്കുമ്പോൾ, അതുപോലെ നമ്മളുടെ പുരാണങ്ങൾ വായിച്ചാൽ നമ്മുടെ 6 ശത്രുക്കളെ കുറിച്ച് പറയും. കാമ, ക്രോധ, ലോഭ, മോഹ, മതമത്സര്യങ്ങൾ അടങ്ങുന്ന 6 ശത്രുക്കളെ ജയിച്ചാൽ ഒരുമാതിരി തിരക്കിടില്ലാണ്ട് നിനക്ക് പോകാമെന്നൊക്കെ പണ്ഡിതന്മാരും ഗുരുക്കന്മാരും ഉപദേശിക്കും. പക്ഷെ ഇന്ന് നമ്മുടെ കൂടെ നിലനിൽക്കുന്നതായിട്ടുള്ള ശത്രുക്കൾ ഇവരെ ആരുമല്ല. ഒന്ന് ആലോചിച്ചു. അങ്ങനെ വരുമ്പോൾ ത്രേതായുഗത്തിൽ രാമനായിട്ട് രാക്ഷസനെ ഉന്മൂലനം ചെയ്യാൻ, ആ അക്രമത്തെ ഉന്മൂലനം ചെയ്യാനായിട്ട് സാധിച്ചു. അതിന് അത് ഉപോത്ബലകമായിട്ടുള്ള മറ്റു പല അവതാരങ്ങളും ഉണ്ടായി. അതിന് പ്രധാനപ്പെട്ട ഒരു അവതാരത്തിൻ്റെ ഭാഗമാണ് നമ്മളെപ്പോഴും പൂജിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണൻ. അത് ദ്വാപര യുഗത്തിൽ 4 ദ്വാപരത്തിലാണ് ശ്രീകൃഷ്ണൻ ഉണ്ടായത്. അവിടെ യജ്ഞങ്ങൾക്കൊന്നും വലിയ കൂടുതൽ പ്രാമുഖ്യം ഉണ്ടായില്ല. മാത്രമല്ല, സ്വത്തിന് വേണ്ടി കള്ളച്ചൂട് കളിച്ചുകൊണ്ട്, പരസ്പരം വഞ്ചിച്ചുകൊണ്ട്, നല്ലവരെയൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ സെറ്റുണ്ടായി. 2 ഗ്രൂപ്പായിട്ട് വരുത്തിയിരുന്നു. കുരുക്ഷേത്ര ഭൂമി. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ചോദിക്കാം, ഭഗവാൻ കൃഷ്ണൻ എന്നല്ല ഭഗവത്ഗീത ആദ്യം ആരംഭിച്ചത്. ഭഗവത്ഗീതയിൽ പ്രത്യേകമായിട്ട് ഭീഷ്മപർവത്തിലെ ആദ്യത്തെ ശ്ലോകം തന്നെ ആരംഭിക്കുന്നത് ശ്രീകൃഷ്ണൻ പറയുന്നതായിട്ടല്ല. അതിൽ ധൃതരാഷ്ട്ര ഉവാച എന്നാണ് പറയാം, അല്ലേ? എന്താ ധൃതരാഷ്ട്രൻ ആരംഭിച്ചത്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ കിമവേദ യുയുത്സവഃ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഇതല്ലേ ചോദിച്ചേ? സഞ്ജയനോടാണ് ചോദ്യം. അപ്പോൾ ഭഗവത്ഗീത ആരംഭിച്ചതാരാണ്? ആ പർട്ടിക്കുലർ ഭാഗം തുടങ്ങി വെച്ചത് ധൃതരാഷ്ട്രമെന്ന കണ്ണു കാണാത്ത രാജാധികാരി തൻ്റെ മന്ത്രിയായിട്ടുള്ള സഞ്ജയനോട് ചോദിച്ചതായിട്ടാണ് ഭഗവത്ഗീതയുടെ പശ്ചാത്തലം, യുദ്ധരംഗം. ഇനി എപ്പോഴാണ് ഭഗവത്ഗീത ശരിയായിട്ട് ഉച്ചരിക്കപ്പെടുന്നതെന്ന് അറിയാമോ? യുദ്ധം തുടങ്ങി 10 ദിവസം കഴിഞ്ഞ് ഭീഷ്മ പിതാമഹൻ ശരശയ്യയിലായതിനു ശേഷം പുതിയതായിട്ട് ആ വിവരം ചെന്ന് രാജാവിനോട് പറയാൻ വേണ്ടി സഞ്ജയൻ ചെല്ലുന്ന സമയത്താണ് ഭഗവത്ഗീത ആരംഭിച്ചത്. അപ്പം യഥാർത്ഥത്തിൽ നടന്നപ്പോഴാണ്
യുദ്ധ ആരംഭത്തിന് മുമ്പ് അർജുനൻ ഭഗവാനോട് പറയുന്നു, അല്ലയോ ഭഗവാൻ, എനിക്ക് ഈ നമ്മുടെ ആൾക്കാർ ഇത്രയും ബന്ധുജനങ്ങളായിട്ട് ഒരു ഭാഗത്ത് 11 അക്ഷാവണിപ്പടയും പാണ്ഡവ പക്ഷത്തെ 7 അക്ഷാവണിപ്പടയും കൃഷ്ണനും യുദ്ധം ചെയ്യില്ലായ ഉറപ്പ് വരുത്തിയ കൃഷ്ണൻ ശമ്പളം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വളർത്തിയ യാദവ സൈന്യം അടക്കം അപ്പുറത്തായിരുന്നു എന്നുള്ളത് ഓർക്കുക. ഇതാണ് ദ്വാപര യുഗത്തിൻ്റെ ഒരു പ്രത്യേകത. നല്ലതിൻ്റെ ഭാഗത്ത് 1000 ആൾക്കാരുടെ എണ്ണം കൂടുതൽ. ഇന്നും അങ്ങനെ തന്നെയല്ലേ? മദ്യം വിൽക്കുന്ന കടയുടെ മുന്നിൽ, ബിവറേജ് കോർപ്പറേഷൻ്റെ മുന്നിൽ ഞാനൊക്കെ യാത്ര ചെയ്ത് വരുമ്പോൾ, ആലപ്പുഴയിൽ ജോലി ചെയ്യുന്ന എത്രയോ ജില്ലകൾ കഴിഞ്ഞിട്ട് വരുമ്പോൾ എത്ര ബിവറേജ് കോർപ്പറേഷനുകൾ വഴിയിലുണ്ടെന്നറിയോ? അവിടെയൊക്കെ ബ്ലോക്ക് ആവാറുണ്ട് വണ്ടി. എന്താ കാരണം? അത്രയും ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. മറിച്ച് മിൽമ പാൽ വെക്കുന്ന ബൂത്തുണ്ട്, അവിടെ ഒരു ക്യൂവിൻ്റെ കൂട്ടരെ. പാലാണോ മദ്യമാണോ നല്ലത്? മദ്യം കഴിക്കുന്ന രംഗം വരുമ്പോൾ സിനിമയിലായാലും ടി വിയിലായാലും ഒരു ചെറിയ കോളത്തിൽ എഴുതി ചേർക്കുന്ന സാധനം എന്താ? പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരമെന്ന് സ്റ്റാറ്റ്യൂട്ടറി, അത് നിർബന്ധ. അങ്ങനെയുള്ള രംഗങ്ങൾ എവിടെ കാണിച്ചാലും എന്ത് എഴുതണം? ഒരു ചെറിയ കോളത്തിൽ അത് എഴുതിയേ പറ്റൂ. ശരിയല്ലേ? പക്ഷെ ഏത് കൗണ്ടറിലാണ് ആൾക്കാർ കൂടുതൽ? സുബ്രതകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ സഞ്ചാരം ചാനലിൽ ജോർജ് കുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തിയുടെ അടുത്ത് 2 എപ്പിസോഡുകളിൽ ഒരു അഭിമുഖം നടത്തിയത് നിങ്ങൾ കണ്ടതാണ്. തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ MDMA അടക്കമുള്ള മയക്കുമരുന്നും കഞ്ചാവും വിൽപ്പന നടത്തുന്നതും വിതരണം നടത്തുന്നതും ഉപയോഗിക്കുന്നതും എന്ന് വളരെ ദുഃഖത്തോട് കൂടിയിട്ടാണ് ആ ടി വിയിലുള്ള അഭിമുഖം ഞാൻ കണ്ടത്. തൃശ്ശൂരിനെ കുറിച്ച് പറയുമ്പോൾ 3 ശിവന്മാരിരിക്കുന്ന തൃശ്ശിവപ്പേരൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം, അല്ലേ? പക്ഷെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്തെ 8ാം ക്ലാസ്സിൽ മുതൽ മദ്യം ഉപയോഗിക്കുക, കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു എന്ന് മലയാള മനോരമ ന്യൂസ് ലൈവായിട്ട് പുറത്തുവിടുന്ന സമയത്ത് ഷഹബാസ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ ഇൻ്റർവ്യൂ ചെയ്തതും ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും. അതിലടക്കം ആ ചോദിക്കുന്ന മലയാള മനോരമയുടെ TV ആങ്കർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ അഭിമുഖം നേരിട്ട് ലൈവ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല. കാരണം ഒരു തിരുത്തലിന് ഞാൻ തയ്യാറാണ്. സ്വയം വിചാരിച്ചാലല്ലാതെ 8ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് മുതൽ എത്ര വയസ്സായിട്ടുണ്ടാവും? 10-13 വയസ്സായിട്ടുണ്ടാവും. ആ സമയം മുതൽ എനിക്ക് സുലഭമായി കിട്ടിയിരുന്നു മയക്കുമരുന്നെന്നാണ്. തൃശ്ശൂർക്കാർ ഒരമ്മ കോഴിക്കോട് ഏഷ്യാനെറ്റിലും മറ്റെല്ലാ TV ഇതിൽ നമ്മൾ കണ്ടു കാണും. ഒരമ്മ 26 വയസ്സായിട്ടുള്ള രാഹുൽ എന്ന് പറഞ്ഞിട്ട് കണ്ണൻ എന്ന് വിളിക്കുന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന ആ മകനെ പോലീസിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യിച്ചു. നമ്മൾ TV യിൽ വാർത്ത കണ്ടിട്ടുണ്ടോ? ആ അമ്മ മിനി എന്നാണ് അവരുടെ പേര്. അവരെന്താ പറഞ്ഞത്? എൻ്റെ മകൻ ഇത് ഉപയോഗിക്കുന്ന എനിക്ക് അറിയാൻ വേണ്ടി, പക്ഷെ ഞാൻ തെറ്റ് ചെയ്തു, ഞാനത് മൂടി വയ്ക്കാൻ ശ്രമിച്ചു. ഇന്ന് എന്നെയും ഭർത്താവിനെയും എൻ്റെ അമ്മയെയും കൊല്ലുമെന്ന് കൃത്യമായ പദ്ധതിയോടുകൂടി അവർ പറഞ്ഞപ്പോൾ ജീവഭയം കൊണ്ട് എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വന്നു. ഈ ഉദ്ഘാടന വേദിയിൽ ദശാവതാര ചാർത്തിന് വേണ്ടി നിൽക്കുന്ന ഞാൻ എന്തിനാണ് എൻ്റെ സജ്ജനങ്ങളോട് ഇത് മുഴുവൻ ഓർമ്മിപ്പിച്ചതെന്നറിയോ? ഇനിയൊരു കൃഷ്ണനോ ഇനിയൊരു രാമനോ ഏതെങ്കിലും ഒരു ദേവനോ ഇനി അവതരിച്ച് ഈ അധർമ്മത്തെ ഇല്ലാണ്ടാക്കാൻ നമ്മുടെ കൂടെ വരുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? കാരണം ദ്വാപര യുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കടലെടുത്തു പോകുന്ന ദ്വാരകയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉദ്ധവനോട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്. ഉദ്ധവ ഗീത എനിക്കൊന്ന് ഉപദേശിച്ചു തരൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. അദ്ദേഹം പറയുന്നു, കലിയുഗമാണ് ഇനി നടക്കാൻ പോകുന്നത്. ആ കലിയുഗത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന ധർമ്മത്തിൻ്റെ ഒരു വഴിയ പോലുമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുക. അതുകൊണ്ട് കലിയുഗത്തിൽ 2 കാര്യം ചെയ്തു. അധർമ്മം ഇവിടെ വളരെയധികം വലുതാവുമ്പോഴൊപ്പം തന്നെ അധർമ്മത്തിനെതിരായി ചിന്തിക്കുന്ന ആൾക്കാരുടെ എണ്ണവും ക്രമേണ വർദ്ധിക്കുമെന്ന് ശ്രീകൃഷ്ണൻ്റെ അഭിപ്രായം. മാത്രമല്ല
അതിനൊരു മറ്റു മാർഗ്ഗമുള്ളൂ. കലിയെ സന്ധാരണം ചെയ്യാനായിട്ടൊരു മന്ത്രം നാരദനിലൂടെ, നാരദ ഭക്തി സൂത്രത്തിലൂടെ പറഞ്ഞു വെച്ചു. ഒരു യജ്ഞത്തിനോ ഒരു സംസ്കൃതത്തിനോ ഒരു ഗ്രന്ഥമോ പഠിക്കാൻ നമുക്ക് സമയമില്ല എങ്കിൽ അവർക്കെല്ലാവർക്കും ഈസിയായിട്ട് വളരെ എളുപ്പത്തിൽ പറയാവുന്ന 16 അക്ഷരം ഷോഡശാക്ഷരി മന്ത്രം കലിസന്ധാരണ ഉപനിഷത്തിലും അത് പറഞ്ഞിരിക്കുന്നു, നാരദ ഭക്തി സൂത്രത്തിൽ അത് പറഞ്ഞിരിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ. 16 അക്ഷരം. ഇത്രയെങ്കിലൊന്ന് ചെല്ലാം. ഒരു മിനിറ്റ് 24 മണിക്കൂർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും യാത്ര ചെയ്യുമ്പോഴോ ഉറങ്ങുന്നതിന് തൊട്ടുമ്പോഴോ എഴുന്നേറ്റിട്ട് കുളിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, കിടക്കപ്പായൽ എഴുന്നേറ്റിരിക്കുമ്പോഴെങ്കിലും നിങ്ങൾക്കത് ചെല്ലാൻ സാധിച്ചാൽ കലിയെ നമുക്ക് ഒഴിവാക്കി തീർക്കാം എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത് സംഘേ ശക്തി കലയുടെ, കലിയുഗത്തിൽ യുഗധർമ്മം തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കലല്ല, സംഘടിത ശക്തിയായിട്ട് നിൽക്കലാണ്. അത് ധാർമ്മിക ശക്തിയായിട്ടുള്ള അധാർമിക ശക്തികളായിട്ടുള്ള ശക്തിക്കാണ് ഇവിടെ പ്രാമുഖ്യമുള്ളത്. പിന്നെ ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞ മറ്റൊരു സംഗതി കൂടിയുണ്ട്. അത് യുദ്ധഭൂമിയിൽ വെച്ചിട്ടാണ് പറഞ്ഞത്, കർണനോടാണ് പറഞ്ഞത്. ഏറ്റവും നല്ല വിലാളികനായിട്ടുള്ള അർജുനന് തുല്യമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുന്ന കർണൻ യുദ്ധത്തിൽ ഗുരുശാപം കൊണ്ട് അമിതമായ ബലശാലികളായി തീരാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് അയച്ച എല്ലാ അസ്ത്രങ്ങളും മറന്നുപോയി. കാരണം നുണ പറഞ്ഞാണ് വിദ്യ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഗുരു പറഞ്ഞു, പരശുരാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തനിക്ക് താൻ പോന്നവരായിട്ടുള്ളവരായിട്ട് നീ യുദ്ധം ചെയ്യേണ്ട മുറയിൽ നിൽക്കുമ്പോൾ നിന്റെ എല്ലാ അസ്ത്രങ്ങളും മന്ത്രങ്ങളും നീ വിസ്മരിക്കാറാകട്ടെ എന്ന് പറഞ്ഞു. മാത്രമല്ല, ഏറ്റവും അതിശക്തമായ രീതിയിൽ വലിയൊരു ഓർബിറ്റിൽ, വലിയൊരു റേഡിയസിൽ രഥം കറക്കി 10 ഭാഗത്തു നിന്നും അർജുനൻ ഒരേ പോയിന്റിലേക്ക് അമ്പെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് ശ്രീകൃഷ്ണൻ ചെയ്യാറ്. അപ്പോൾ നടുക്കായി പോയി കർണൻ്റെ രഥം. കർണൻ അതിവിശിഷ്ടമായിട്ടുള്ള ഒരു തേരാളി ഉണ്ടായിരുന്നു, അത് ശല്യനായിരുന്നു. കൃഷ്ണനും ശല്യനുമായിരുന്നു അക്കാലത്ത് ജീവിച്ചിരുന്നതിൽ അശ്വഹൃദയം അറിയുന്ന 2 രഥമോട്ടുന്ന ആൾക്കാർ, തുല്യരാണ്. പക്ഷേ അർജുനൻ ഏറ്റവും പുറമേ കിടന്ന് ഇങ്ങനെ അമ്പെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനനുസൃതമായിട്ട് എതിരമ്പെയ്യാൻ വേണ്ടി ഈ രഥത്തെ ഏറ്റവും ചെറിയ റേഡിയസിൽ വ്യാപ്തമുള്ള കുറച്ച് സ്ഥലത്ത് വ്യാസത്തിൽ കറക്കേണ്ടി വന്നപ്പോൾ ഒരു ചക്രം എന്ത് ചെയ്തു? കുഴിഞ്ഞു പോയി. അത് സയൻസാണ്. ആ കുഴിഞ്ഞു പോയതിൽ നിന്ന് എടുത്തു മാറ്റാനും ധർമ്മയുദ്ധത്തിൽ അങ്ങനെ രഥചക്രം താഴ്ന്നു പോവുകയോ രഥങ്ങൾ തകർന്നു പോവുകയോ കുതിരയ്ക്ക് അമ്മയ്ക്ക് കുതിര വീഴുകയോ ചെയ്താൽ യുദ്ധം നിർത്തിവെച്ച് പുതിയ രഥത്തിലേറിയ ശേഷം വീണ്ടും യുദ്ധം ആരംഭിക്കണമെന്നാണ് യുദ്ധധർമ്മം. യുദ്ധത്തിൽ പോലും ധർമ്മം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കൃഷ്ണൻ അത് സമ്മതിച്ചു കൊടുത്തില്ല. രജസ്വതയായിരിക്കുന്ന ദ്രൗപദിയെ പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ ദുര്യോധനനല്ല പറഞ്ഞത്. ദുശാസനനെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് കർണനായിരുന്നു. 16 വയസ്സ് തികയാത്ത അഭിമന്യുവിനെ പുറകിൽ നിന്ന് അമ്പെയ്ത് പടച്ചട്ടകൾ തകർത്ത് അനങ്ങാൻ പറ്റാത്ത രീതിയിലാക്കി ജയദ്രഥനോട് അമ്പെയ്ത് വീഴ്ത്താൻ പറഞ്ഞത് കർണനാണ്. യുദ്ധത്തിൻ്റെ മറ്റൊരു നിയമമാണ് ഈക്വലൻ്റായിട്ട് മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. വില്ലാളി വീരന്മാർ വില്ലാളികളോട് മാത്രം, മഹാരഥന്മാർ മഹാരഥന്മാരോട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ എന്താ ചെയ്തത്? കൊച്ചുകുട്ടിയെ കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടിയുള്ള പ്രശ്നം ഇങ്ങനെ പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഗന്ധർവന്മാരുടെ കെയർ ഓഫിൽ മറയിൽ നിന്നുകൊണ്ട് കാട്ടിൽ വസിച്ചിരുന്ന സമയത്ത് ദ്രൗപദിയെ കണ്ടുകൊണ്ടുപോയി. ആ സമയത്ത് മുഴുവൻ രഥങ്ങളുടെയും നേതൃത്വം വഹിച്ചത് കർണനായിരുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.